കാസർഗോഡ് ചെറുവത്തൂരിലെ CPIM ലീഗ് സംഘർഷത്തിൽ 7 പേർ അറസ്റ്റിലായി. 6 മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒരു CPIM പ്രവർത്തകനുമാണ് പിടിയിലായത്. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു സംഘർഷം. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പരക്കെ സംഘർഷം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്താണിപ്പോൾ ഈ കാസർഗോഡ് സംഭവത്തിൽ നടപടിയായി എടുത്തിരിക്കുന്നത്? പ്രജിൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് 6 മുസ്ലിം ലീഗ് പ്രവർത്തകരെയും ഒരു CPIM പ്രവർത്തകനെയും ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പടന്ന, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ ഭാഗങ്ങളിലൊക്കെ വ്യാപകമായ സംഘർഷം ഉണ്ടായിരുന്നു. ലീഗിന്റെ വിജയാഹ്ലാദത്തിനിടെ CPIM പ്രവർത്തകരും CPIM വിജയാഹ്ലാദത്തിനിടെ ലീഗ് പ്രവർത്തകരും പരസ്പരം വെല്ലുവിളികളുമായി എത്തുകയായിരുന്നു. പിന്നീട് കല്ലേറിലേക്കും അതുപോലെ തന്നെ മർദ്ദനത്തിലേക്കുമൊക്കെ നീണ്ടു. പിന്നീട് പോലീസ് എത്തിയാണ് ഈ സംഘർഷമൊക്കെ അവസാനിപ്പിച്ചത്. 50ഓളം പ്രവർത്തകർക്കെതിരെ പോലീസ് സംഭവത്തിൽ കേസെടുത്തിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 6 മുസ്ലിം ലീഗ് പ്രവർത്തകരെയും ഒരു CPIM പ്രവർത്തകനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പള്ളി ആക്രമിച്ചു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് CPIM പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒരാളെ ഇന്ന് വീട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് 5 പേരെ നാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.